ഇനി ഒരാളുണ്ട് വയനാട് നിന്ന് വന്ന ഒരു നിഷയുടെ ഏറ്റവും വലിയ നിഷ 5-6 കവിതാ സമാഹാരങ്ങൾ പബ്ലിഷ് ചെയ്തു. നിഷയ്ക്ക് കാഴ്ചശക്തിയില്ല. നിഷ ഒരു ചെറിയ ഒരു കുടുസ് മുറിയിലാണ് നമ്മൾ ചെല്ലുമ്പോൾ നിഷ താമസിച്ചിരുന്നത്. നിഷയ്ക്കാണ് മാധ്യമം അക്ഷര വീട് വെച്ച് നൽകാൻ തീരുമാനിക്കുകയും അതിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് നിഷയ്ക്ക് ഒരു വീടുണ്ടാകും. സ്നേഹസ്പർശത്തിലൂടെ നിഷയ്ക്ക് ഒരു വീടുണ്ടായി. നിഷയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം നമ്മൾ ചെന്നപ്പോൾ പറഞ്ഞത്, എൻ്റെ കവിതയുടെ ഏതെങ്കിലും ഒരു 4 വരി ചിത്രചേച്ചിയെ കൊണ്ട് പാടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് 5 പുസ്തകങ്ങൾ പൊതിഞ്ഞ് എൻ്റെ കയ്യിൽ തന്നു. ചിത്രചേച്ചിയെ കൊണ്ട് കൊടുത്തതും ചേച്ചി അതിൽ നിന്ന് ഒരു കവിത മനോഹരമായി ജിഷയ്ക്കായി പാടി അത് മീഡിയ വണ്ണിലൂടെ സംപ്രേഷണം ചെയ്തു. അങ്ങനെ ജിഷയുടെ ആ ആഗ്രഹം സാധിച്ചു. ഇപ്പോൾ വീടും ചിത്രചേച്ചിയുടെ ഈ പ്രോഗ്രാമിലൂടെ ജിഷയ്ക്ക് വീടും കിട്ടി. ഇനി ജിഷ എന്താ പറയുക, പെട്ടെന്ന് പറയൂ. നിഷ സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. അതിനുശേഷം വേറെ പുതിയ കവിത വല്ലതും എഴുതിയോ? കവിതകൾ എഴുതി 7ാമത്തെ പുസ്തകം എഴുതി കഴിഞ്ഞു. ഇനി അത് പകർത്തി എഴുതി പുസ്തകമാക്കണം. 6ാമത്തെ പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചിക്ക് തരാൻ. പിന്നെ ഒപ്പം ചേച്ചിനെക്കുറിച്ച് ഞാനൊരു കവിത എഴുതി, അക്ഷരവീടിനെ കുറിച്ച് എഴുതി. എൻ്റെ സന്തോഷമാണത് എഴുതിയത്. ചേച്ചി അതൊന്ന് വായിക്കണം. എനിക്ക് പാടാനൊന്നും അറിയത്തില്ല. പിന്നെ എൻ്റെ കൂടെ പാട്ടൊക്കെ പാടുന്ന ഒരു കൂട്ടുകാരി പാടാൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്നു വയനാട് നിന്ന്. ചിത്രചേച്ചിയെ കുറിച്ച് ഒരു കവിത എഴുതിയിട്ട് അതിൻ്റെ 4 വരി പാടാൻ വേണ്ടി സുജിത എന്ന് പറയുന്ന സുജിത വരൂ. സൗഭാഗ്യവുമായി വന്നെൻ്റെ മുമ്പിൽ വാനമ്പാടി എൻ ഭിക്ഷാപാത്രത്തിൽ നിറയും പൊന്നാണ്യവുമായി ഇന്നെൻ്റെ തോലിക തുമ്പിലെ പൂവായി പൊന്മാല്യമായി മാറിയുന്നുവോ ഇങ്ങനെ ഒരു മുഹൂർത്തം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എനിക്ക് നേരിട്ട് കാണാൻ കഴിയുമെന്ന്. എങ്കിൽ ഞാൻ ഒരുപാട് നന്നായിട്ട് എഴുതുമായിരുന്നു. ഇനി അതിൽ കുറേ വരികളുണ്ട്. ചിത്രചേച്ചി അതൊന്ന് വായിച്ച് നോക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് വായിക്കാൻ പറ്റുമെന്നറിയില്ല. ശരിക്കും സ്കെയില് വെച്ചാണ് ഞാൻ എഴുതുന്നത്. കണ്ണിന് എത്രയും വേഗം കാഴ്ച കിട്ടട്ടെ. തീർച്ചയായിട്ടും ഞാൻ വളരെ സന്തോഷമായിട്ട് എഴുതിത്തരാം. നിഷ ഇനി ഒരുപാട് എഴുതണം. ഈ എഴുതാനുള്ള കഴിവൊന്നും ദൈവം എല്ലാവർക്കും കൊടുക്കാറില്ല. അതിൽ ചുരുക്കം സെലക്ട് ചെയ്ത ആൾക്കാരിൽ ഒരാളാണ് നിഷ. അപ്പം അതിൻ്റെ ഒരു സന്തോഷം എപ്പോഴും ഉണ്ടാകണം. മനസ്സ് സന്തോഷമായിട്ട് വയ്ക്കുക, പോസിറ്റീവായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാം നന്നായി വരും കേട്ടോ. ചേച്ചി, ഇതാണ് ജ്യോതിഷ്. ഇവന് ഒരു കാലിന് കുറച്ച് നീളം കുറവുണ്ട്. ഇവനൊരു സർജറി നടത്തണം. കുറച്ച് ക്യാഷ് നമ്മൾ കൊടുത്തു. കുറച്ചുകൂടി ക്യാഷ് വേണം. എല്ലാവരും കൂടി കൊടുക്കുവാന്. ഇവൻ അസാധ്യ ഗായകനാണ്. ചിത്രചേച്ചി കാണണമെന്ന് പറഞ്ഞിട്ട് കോട്ടയത്ത് നിന്ന് രാവിലെ വന്ന് ഇവിടെ ഇരിക്കുകയാണ്. അവൻ ആദ്യം ഒരു പാട്ട് പാടട്ടെ ചേച്ചി.
ചേച്ചി എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു അല്ലേ, മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ പാടുന്ന ആ വോയിസ് കേട്ടപ്പോൾ ചേച്ചിക്ക് തോന്നി. അപ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ മോൻ പാടുന്ന ചില സ്റ്റൈലൊക്കെ കേട്ടപ്പോൾ എനിക്ക് നമ്മുടെ കലാഭവൻ മണി സാറിനെ ഓർമ്മ വന്നു. വാ വാ ഉറങ്ങാരോ, ആ സംഗതിയില്ലേ, എനിക്ക് അദ്ദേഹം പാടുന്ന പോലെ തോന്നി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മികാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചുമ്പലി കരിമ്പി ചമ്മീരേ പെണ്ണിന്റെ കൊട്ടലിൽ നെയ്യുള്ള പിടക്കണ മിന്നാട്ടേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മികാരി പെണ്ണിനെ കണ്ടേ ചുമ്പലി കരിമ്പി ചമ്മീരേ പെണ്ണിന്റെ കൊട്ടലിൽ നെയ്യുള്ള പിടക്കണ മിന്നാട്ടേ. മീനം കൊണ്ട് ചെറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനം കൊണ്ട് ചെറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചോടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചോടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മികാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമ്പി ചമ്മീരേ പെണ്ണിന്റെ കൊട്ടലിൽ നെയ്യുള്ള പിടക്കണ മീനാണേ. ജ്യോതിഷൻ്റെ ഒരു സർജറി നമുക്ക് ചെയ്തു കൊടുക്കണം. എത്രയും പെട്ടെന്ന് അവൻ്റെ കാലുകൾ ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ചേച്ചിയുടെ എന്തെങ്കിലും പറയണ്ടോ? ചേച്ചിയുടെ നാലൊരു പാട്ട് കേൾക്കണോ? ചേച്ചി ഏത് പാട്ടാ? ചേച്ചിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 4 പാട്ട്. പാട്ടൊന്നും ഓർമ്മ വരാത്തോണ്ട് എൻ്റെ തലക്കിട്ടു അല്ലേ? ഒരു കൊച്ചു കുട്ടിയാണ് ഞാൻ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് പാടട്ടെ. ഇന്ന് പാടിയ മെയിൽ വോയിസ് പോലെ ഇരിക്കും, കാരണം മൂക്കെല്ലാം അടഞ്ഞിരിക്കുക കേട്ടോ. കുഴപ്പമില്ലല്ലോ. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം. കളിയാടാമേ കിളിമരത്തണലോരം, കളിയാടാമേ കിളിമരത്തണലോരം. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരെയും അങ്ങോട്ട് വിളിക്കുന്നില്ല. ഒരു കാര്യമുള്ള കിളിമാനൂരുള്ളൊരു രഞ്ജിനി ആ വീൽ ചെയറിൽ ഇരിപ്പുണ്ട്. രഞ്ജിനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രഞ്ജിനി സ്വന്തമായിട്ട് പേനകൾ ഉണ്ടാക്കി അത് വിറ്റിട്ടാണ് രഞ്ജിനി സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പാട്ടൊക്കെ ഇഷ്ടമാണോ രഞ്ജിനിക്ക്? എനിക്ക് ഒന്നും പറയില്ല. പാട്ട് പാടുമോ? ഇല്ല. നന്നായിട്ട് പടം വരയ്ക്കും, പൂക്കളുണ്ടാക്കും, പേപ്പറുണ്ട്, കൂട, കുട്ട അങ്ങനെയുള്ളത് ന്യൂസ് പേപ്പർ കൊണ്ടൊക്കെ ഉണ്ടാക്കും. പിന്നെ ഈ പേപ്പർ പേന ഇത് അവളെ ഡ്രസ്സൊക്കെയാണ് ഈ കിടക്കുന്നത്, സ്റ്റിക്കറിലുണ്ട്. ആവശ്യക്കാർ വിളിക്കുമ്പോൾ അവളിത് ചെയ്ത് ഓർഡർ ഇട്ട് കൊടുക്കും. നമ്മൾ അതിന് അക്കൗണ്ടിലേക്ക് പൈസ വരും, നമ്മൾ കൊറിയറിൽ അയച്ചു കൊടുക്കും. അങ്ങനെ റീഫിലറും വരുത്തി നമ്മൾ ചെയ്യും. ഈ മാഷാണ് ഈ പേന ഉണ്ടാക്കാനായിട്ട് രഞ്ജിനിയെ പഠിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഒരാളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കി, ഒരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞ മാഷിനും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഒരാളെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ആലപ്പുഴ ST കോളേജിലെ KP രാമചന്ദ്രൻ എന്ന് പറയുന്ന
അവിടുത്തെ ഒരു അലുമിനിയുടെ ചെയർമാനാണ്. സാറിൻ്റെ മൈറ്റി കോമേഴ്സ് എന്ന സംഘടന എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് രണ്ടാമത്തെ ദിവസം അവരുടെ കമ്മിറ്റി കൂടുകയും സാറ് 10 ലക്ഷം രൂപ ആ കുട്ടിക്ക് വീട് വയ്ക്കാനായി അവർ നൽകുകയും അതിൻ്റെ വീട് പണി നടന്നു വരികയാണ്. സാർ ഒരു വാക്ക് സംസാരിക്കും. മീഡിയ 1 എന്ന് പറയുന്ന ഈ ചാനൽ വേണ്ടി വന്നു എൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഉള്ള അധ്യാപകരുടെ മുന്നിൽ 1.5 വർഷം ഇരുന്ന് പഠിച്ച ഒരു കുട്ടിയുടെ ആവശ്യം കണ്ടെത്താൻ. അപ്പോൾ ഞാൻ ഉൾപ്പെടെ ഉള്ള അധ്യാപക സമൂഹത്തിന് തന്നെ വിദ്യാർത്ഥികളെ തൊട്ടറിയാൻ കഴിയുന്നതിന് ഉപരി ഈ സ്നേഹസ്പർശം എന്ന് പറയുന്ന പരിപാടിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ഏറെ സന്തോഷകരമായ ഒരവസ്ഥയാണ്. ഇനിയും മീഡിയ 1ൻ്റെ ചാനലോടൊപ്പം ഞങ്ങളുണ്ടാകും, ഞങ്ങളുടെ കുട്ടികളുണ്ടാകും. അസറുദ്ദീൻ എന്ന് പറയുന്ന ഒരു കുട്ടി വരുന്നുണ്ട്. ഇവൻ എപ്പോഴും ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ കേൾക്കും. ഇവൻ്റെ ആഗ്രഹം ചിത്ര ചേച്ചിക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കണം. അതിനായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്. എല്ലാ സമയവും വീട്ടിൽ ചേച്ചിയുടെ പാട്ടുകൾ ഇങ്ങനെ കേട്ടിരിക്കും. ആകെ 3-4 ആഗ്രഹങ്ങളാണ് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തും പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ആഗ്രഹങ്ങളെന്ന് പറഞ്ഞു? ഒന്ന് ദുൽഖർ സൽമാനെ കാണണം, പിന്നെ വേറെ ദാസേട്ടനെ കാണണം അല്ലേ? ദാസേട്ടൻ്റെ കച്ചേരി കേൾക്കണം, പിന്നെ വേറെന്താ? അവൻ സന്തോഷം കൊണ്ടാണ് കരയുന്നത്. ഞാൻ ഇനി ഒരു 3 കുട്ടികൾ കൂടി വന്ന് ഒരു സ്റ്റില്ല് കൂടി എടുത്താൽ പിന്നെ റഹന പാടുന്ന മനോഹരമായ പാട്ടുകളുണ്ട്. പിന്നെ റഹനയോട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ചേച്ചിയെ കൊണ്ട് കുറച്ച് 4 വരി പാടിക്കണമെന്ന്. റഹന ഇതുവരെ ആയിട്ടും ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഇനിയെങ്കിലും അത് ചെയ്യുമെന്ന വിശ്വാസത്തോടെ ആ കുട്ടികളെ ഞാൻ വിളിക്കുകയാണ്. ആ കുട്ടികളുടെ പേര് സറൂർ, നഷ്വ, ഫാസിം. ചിത്ര ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ട് പറഞ്ഞ പേരുകളാണിത്. പക്ഷേ ഈ കുട്ടികൾക്കുള്ള അസുഖമെന്ന് പറയുന്നത് 1 ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന അസുഖം ഒരു വീട്ടിലെ 3 കുട്ടികൾക്കും വന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ നമ്മുടെ ഒരു എപ്പിസോഡായിരുന്നു അത്. ഞങ്ങൾ ഇതിനോടകം ഇന്നും കൂടി ചേർത്ത് 15 ലക്ഷം രൂപയാണ് സ്നേഹസ്പർശം ആ കുട്ടികളുടെ ചികിത്സയ്ക്കായി നൽകിയത്. ഏകദേശം 5 ലക്ഷത്തോളം രൂപ മറ്റു പലരും അവർക്ക് നൽകി. ആ കുട്ടികൾ കോഴിക്കോടിനും അപ്പുറത്തു നിന്നും വളരെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ചേച്ചി കാണാൻ വേണ്ടി. അവരെ ചേച്ചിയോടൊപ്പം ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളിൽ ആരാണ് മോനാണ് മൂത്ത ആള്? പേരൊന്നുകൂടെ പറയാമോ? സറൂർ സമൻ. സറൂർ സമൻ. സുറൂർ സമൻ. നഷ്വ അല്ലേ? മോൻ്റെ പേര് ഫാസിൽ. ഓക്കെ. നിങ്ങൾ സ്കൂളിൽ പോകുന്നില്ലേ? ഉണ്ട്. ഉണ്ട്. മോൻ ഏത് ക്ലാസ്സിലായി? +1 സയൻസിന് പഠിക്കും. +1. ഓക്കെ. നഷ്വയോ? ഏഴാം ക്ലാസ് പഠിക്കുന്നു. മോളെന്താ സ്കൂളിൽ പോകാത്തപ്പോ? എന്തെങ്കിലും മോന് പറയാനുണ്ടോ? എന്നിട്ട് ഞാൻ നന്നായിട്ട് പടം വരയ്ക്കും. ചിത്ര ചേച്ചിനെ ഏകദേശം വരച്ച് വെച്ചിട്ടുണ്ട്. അതെ, ഉണ്ടായിരുന്നു. കൊണ്ടുവന്നോ? അല്ല, കഴിഞ്ഞിട്ടില്ല. ശരി.
കഴിഞ്ഞ് കഴിയുമ്പോൾ തരൂ എനിക്ക് കേട്ടോ. പിന്നെ ഏതെങ്കിലും പാട്ട് വല്ലതും കേൾക്കണോ? അങ്ങനെയാണ് ഞാൻ പാടിത്തരാം. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയിക്കും. ചേച്ചിൻ്റെ രണ്ടുപേരും പാട്ട് കേട്ടാ ഏത് പാട്ട് വേണം പറയും? ഏതായാലും മതി. ചേച്ചിൻ്റെ ഏതെങ്കിലും പെട്ടെന്ന് ഓർമ്മ വരുന്നൊരെണ്ണം പറഞ്ഞോളൂ. വായിൽ വരുന്ന എന്തെങ്കിലും അറിയാം. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. പാട്ട് കേട്ട് കഴിഞ്ഞാൽ കുറേ നമ്മുടെ മനസ്സിൽ കുറേ എന്താ പറയണ്ടേ, റിലാക്സ്ഡ് ആവും. മനസ്സിലായോ? സംഗീതത്തിനുള്ള ഒരു പവറാണത്. നമുക്ക് എത്രയൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ നമുക്കൊരു മനസ്സിനൊരു ആശ്വാസം കിട്ടും. അപ്പോൾ അതൊന്ന് മ്യൂസിക് തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ മോള്? അത് ഭയങ്കര ഒരുപാട് പേർക്ക് അതിന് നല്ല റിസൾട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ പാട്ട് കേൾക്കണം കേട്ടോ. മോള് വെറുതെ വീട്ടിലിരിക്കുവാണെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കും. അത്രയും മോൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ട് ഉള്ള ഫീലിംഗ് വരും കേട്ടോ. ஒவ்வொரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே. ஒவ்வொரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே. ஒவ்வொரு விடியலுமே சொல்கிறதே இரவானால் பகலும் வந்திடுமே. நம்பிக்கை என்பது வேண்டும் நம் வாழ்வில். லட்சியம் நிச்சயம் வெல்லும் ஒரு நாளில். மனமே ஓ மனமே நீ மாறிவிடு. மலையோ அது பனியோ நீ மோதிவிடு. ஒவ்வொரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു. പൊന്നാട് തളിരാട് കാണിക്കയായി തന്നു. കൂടിരാൻ പ്രാവെല്ലാം പാറിപ്പോകെ. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു. പൊന്നാട് തളിരാട് കാണിക്കയായി തന്നു. കുളിരാൻ പ്രാവെല്ലാം പാറിപ്പോകെ. എനിക്കറിയാം ഞാൻ വളരെ ബോറായിട്ടാണ് പാടുന്നത്. കാരണം മൂക്ക് രണ്ടും അടഞ്ഞു. എനിക്ക് ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് തന്നെ അറിയാൻ പറ്റുന്നില്ല. എന്നാലും പാടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തോ ഒരു ധൈര്യത്തിൽ കയറി ഇരിക്കും അവിടെ. അരളിയും കദളിയും പൂവിടും കാടിൻ്റെ കരളിലിരുന്നു പൊന്മുരളിയൂതും. അറിയാത്ത പാട്ടുകാരാ നിന്റെ അരികിലേക്കിന്നു ഞാൻ ഓടി വന്നു. ഓടി വന്നു. അരളിയും കദളിയും പൂവിടും കാടിൻ്റെ
ചേച്ചി ഞാനൊരു മാപ്പിളപ്പാട്ട് പറയട്ടെ. ചേച്ചിയുടെ ഹിറ്റായ ചേച്ചി പാടിയ മാപ്പിളപ്പാട്ടെല്ലാം എന്താ പറയുക സൂപ്പർ ഹിറ്റാണ്. എത്തിമിനത്താണിയുടെ എത്തിമിന്നത്താണി ഏകിക്കൊണ്ട താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം. മുത്ത് റസൂലിൻ്റെ മൊഴികളറിഞ്ഞ് മുത്തക്കിങ്ങൾ കാണ് സ്വർഗത്തിൽ താഴം. എത്തിമിന്നത്താണി ഏകിക്കൊണ്ട താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം. മുത്ത് റസൂലിൻ